ഫ്രണ്ട്സ്, ഇന്നൊരു ഇന്തോനേഷ്യ മൂവി ആയല്ലോ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ അവരുടെ അബദ്ധം കൊണ്ട് അതിൽ പെൺകുട്ടി ഗർഭിണിയാക്കുന്നു. പിന്നെ നമുക്കറിയാലോ, വീട്ടിൽ ഫുൾ പ്രശ്നം. മനസ്സിൽ തൊട്ട് പോകുന്ന ഒരു മൂവിയാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറാവും. ഇത് റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ 18 വയസ്സിലൊക്കെ പ്രഗ്നൻ്റ് ആവണതൊക്കെ ഓക്കെ, പക്ഷെ 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് എന്തോ പോലെ. ശരിക്കും ഇത് അബദ്ധം കൊണ്ടായതാണെങ്കിലും നമുക്കിത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മക്കൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നണേ? കമൻറ്റ് ചെയ്യട്ടോ. സോ വെൽക്കം ടു പോപ്കോൺ മൂവി. അപ്പം നമുക്ക് മൂവിയിലോട്ട് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് മൂവിയിലോട്ട് പോവാം. ഡാര, ഭീമ ഇവരാണ് നമ്മുടെ കഥയിലെ നായകനും നായികയും. ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്. ഭീമാണ് ക്ലാസ്സിൽ പഠിക്കില്ല. ഡാരാണെങ്കിൽ ക്ലാസ്സിലെ ടോപ്പറാണ്, നല്ല പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ക്ലാസ് ടീച്ചർ ഭീമനോട് പറയാണ്, നീ ഒട്ടും പഠിക്കാണ്ട് ഇങ്ങനെ നടന്നു, നിനക്ക് നാണല്ലേ ഡാരൻ്റെ അടുത്തിരിക്കാൻ? ഇവൻക്കാണെങ്കിൽ ഒരു നാണല്ലേ, കാരണം കേട്ട് 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 അവനക്കത് മടുത്തു. ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഡാരൻ്റെ വീട്ടിലേക്ക് പോകണം. അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുറേ കളിക്കുന്നു, ചിരിക്കുന്നു. പക്ഷെ ആരും ഇല്ലല്ലോ. ഇവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ടീനേജാണ്. മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കയറിപ്പോയി അവരുടെ മൈൻഡ് ആകെ മാറിയാണ്. പിന്നെ കുറച്ച് റൊമാൻറ്റിക്കായി ഇവർ പോലും അറിയാതെ വേറെ എന്തൊക്കെയോ ചെയ്ത് പോകും. പിന്നെ നോക്കുമ്പോൾ ഇവർക്ക് തന്നെ നാണം വരും. അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഡാര പറയും, ഇതൊന്നും ആരോടും പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നമ്മൾ ഫ്രണ്ട്സൊന്നും അറിയരുത്. അങ്ങനെ അതിന് ശേഷം വൈകിട്ട് ഇവരെ ഫ്രണ്ട്സ് എല്ലാം വെറുതെ ചുമ്മാ ഒരു പാർട്ടി വെക്കും. അവിടെ ചെന്ന് ഇവർ കുറേ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഡാർക്ക് വയ്യാത്ത പോലെ എന്തോ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ. ഇവർക്കാണെങ്കിൽ ഇതെന്താ സംഭവം എന്നറിയില്ല. അവൻ വിചാരിക്കും ഫുഡ് പോയിസൺ എന്തെങ്കിലും ആവുമെന്ന്. അങ്ങനെ ഭീമ ഡാരനെ വീട്ടിൽ കൊണ്ടാക്കും. അമ്മനോട് പറയും, ഫുഡ് കഴിച്ചിന് എന്തോ പ്രശ്നം തോന്നുന്നുണ്ട്, വയറ് നല്ല വേദന ഉണ്ട്. അതിനുശേഷം അമ്മനോട് ബൈ പറഞ്ഞിട്ട് ഭീമ അവിടെ നിന്ന് പോകും. അപ്പം അമ്മ ഡാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും അഫെയർ ആണോ, റിലേഷൻഷിപ്പിലാണോ? അപ്പം അമ്മനോട് ഇല്ല അമ്മ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ്. അതിനുശേഷം റൂമിൽ ഇരിക്കുമ്പോൾ ഡാരൻ്റെ അനിയത്തി പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ. അങ്ങനെ അനിയത്തിനോട് ഭയങ്കര ചൂടാവും. അപ്പോൾ അനിയത്തി ചോദിക്കും, എന്താ ചേച്ചിക്ക് പറ്റിയത്? ചേച്ചി പീരിയഡ്സിൻ്റെ എന്തെങ്കിലും ആണെന്ന്. അപ്പോഴാണ് അവൾക്ക് എന്തോ ടെൻഷൻ പോലെ തോന്നി. ഇവളാണെങ്കിൽ പീരിയഡ്സ് ആയിട്ടില്ല. അപ്പോൾ അവൾക്ക് എന്തോ പേടി. ഭീമനോട് പറയാം, നമുക്ക് എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവർ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര നാണത് എങ്ങനെ മേടിക്കും. അങ്ങനെ ഇവർ ഓൺലൈനിലായിട്ട് അങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണ സാധനം മേടിക്കും. അപ്പം ആരും അറിയത്തില്ലല്ലോ. അങ്ങനെ അവൾ നോക്കിയപ്പോഴത്തേക്കും അവൾ പ്രഗ്നൻ്റ് ആണ്. അവൾക്ക് ആകെ പേടിയാവും. അയ്യോ നമ്മൾ വിചാരിച്ച പോലെയല്ലോ, ഇനി എന്താ ചെയ്യാതെ, എല്ലാവരും അറിഞ്ഞാൽ എന്താവും. അവൾക്ക് ആകെ പേടിയോ ടെൻഷൻ. അവനക്കാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും ചെറുതായതുകൊണ്ട് ഇനി ഇത് എന്താ എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. പക്ഷെ ഒന്നും അറിയില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയത് കേട്ടോ. സ്കൂളിലാണെങ്കിലും അവളെ കൂടെ ഒന്നും സംസാരിക്കണമില്ല, മൈൻഡ് ആക്കാതെ ഇവൻ ഒറ്റ പോവാണ്. കാരണം എന്താ, മനസ്സിൽ മൊത്തം ടെൻഷൻ. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവർക്കിത് മുന്നേ വേണ്ടെന്ന് വെച്ചൂടെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു. ഭീമ വീട്ടിലെത്തിയത് ഭയങ്കര ടെൻഷനിലും സങ്കടത്തിലായിരിക്കും. ഇത് കാണുന്ന അച്ഛനും അമ്മയും ചോദിക്കണ്ടേ, എടാ നമുക്ക് എന്ത് പറ്റി, നീ എന്തെങ്കിലും കുർത്തിക്കേട് ഒപ്പിച്ച് വന്നിക്കണോ, എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തിക്കണോ? അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. പാവം, അവർക്ക് അറിയില്ലല്ലോ ഇവൻ വലിയ സംഭവം ചെയ്താൽ വന്നിക്കണെന്ന്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യുന്ന അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവർ ചോദിക്കണ്ടോ, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ നീ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അമ്മ ഭയങ്കര എല്ലാ വീട്ടിലും നടക്കണ പോലെ തന്നെയാണ്. അപ്പം അച്ഛനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ പിന്നെയും ചീത്ത പറയണം, നീ എന്തെങ്കിലും കുർത്തക്കിടക്ക് പോയാലുണ്ടല്ലോ അപ്പം ഞാൻ കാണിച്ചു തരുന്നത്. അവനാണെങ്കിൽ ഒന്നും പറയില്ല. അവനാണെങ്കിൽ എല്ലാവരും മുന്നിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അപ്പം അമ്മ ചോദിക്കും, എടാ അപ്പം നീ ശരിക്കും ചെയ്തിരിക്കണം, എന്താ ചെയ്തിരിക്കണം, പറ. അപ്പം അച്ഛൻ പറയും, ഒന്നുമില്ല, നീ ടെൻഷൻ ആവേണ്ട, സങ്കടപ്പെടേണ്ട. നിനക്ക് തോന്നണം നീ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിൻ്റെ മനസ്സിനോട് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ നിന്നോട് എന്നെ സോറി പറയണമെന്ന്. പക്ഷെ അച്ഛനക്ക് അറിയില്ലല്ലോ ഇവന് വലിയ കുർത്തക്കേട് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. പാവം, ഇതൊന്നും അറിയാതെ അച്ഛൻ നല്ല രീതിക്ക് അവനെ സമാധാനിപ്പിക്കുകയാണ്. എനിക്ക് അച്ഛനും അമ്മേനെ ആലോചിച്ചപ്പോൾ ശരിക്കും പാവം തോന്നിയിട്ടോ. പക്ഷെ അവനാണെങ്കിലും അവൻ്റെ ആ പ്രായത്തിൻ്റെ ഓർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവർ രണ്ടുപേരും പുറത്ത് പോവാണ്. ഡോറ ഭീമനോട് പറഞ്ഞു, നീ എൻ്റെ വയറിലൊന്ന് കൈവച്ച് നോക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടോ? എനിക്ക് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. നമ്മളിതിൻ്റെ ഉള്ളിലുള്ള കുട്ടി വലുതായി വരുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്കിതിനെ കളയണ്ട. ഇവർ രണ്ടുപേരും ഇതിനെ അബോർട്ട് ചെയ്യാന്നുള്ള പ്ലാനാണ്. ശരിക്കും ഇവർക്ക് ഒന്നും അറിയില്ല. എന്നാലും ഇവർ എന്തൊക്കെയോ മനസ്സിലുള്ളത് പറയണം. പറയും, നമുക്കിതിനെ കളയണം, നമുക്ക് വളർത്തിയാലോ. അപ്പോൾ അവൻ പറയും, നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്കിതിനെ കളയുന്നതുകൊണ്ട് ഞാൻ നല്ലപോലെ നോക്കും, എന്തായാലും നല്ലപോലെ
നിൽക്കുന്നൊക്കെ. അവൾ പറയും നമ്മളതിന് എന്താ ചെയ്യുക, നമുക്കൊന്നും അറിയില്ലല്ലോ, എനിക്ക് പേടിയാവണം. എൻ്റെ അമ്മ ഇങ്ങനെ പറയണൊക്കെ കേട്ടിട്ടുണ്ട്. ചെറിയ അനിയത്തിന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇതുപോലെ സൗണ്ടൊക്കെ കേൾക്കുന്നു, എനിക്കതുപോലെ കേൾക്കണം, എനിക്ക് ശരിക്കും പേടിയാവണം. അപ്പോൾ ഭീമ പറയും പേടിക്കണം, നമുക്കിത് എന്തെങ്കിലും വഴി കാണാമെന്ന് പറയണം. ഡോറക്ക് വയറുവേദന എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോവാതെ അവൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഡോറനെ കാണാൻ ഭീമ വരികയാണ്, കുറേ ലൂസ്ലി യൂണിഫോം ഒക്കെ ആയിട്ട്. കാരണം അവളുടെ വയറ് കുറച്ച് വലുതായി വരുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട്. ഇവൾ ചോദിക്കും ഇനി ഞാൻ എങ്ങനെ പഠിക്കാം, എനിക്ക് പഠിക്കാനൊക്കെ പറ്റും, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവൂലേ. അപ്പം ഭീമ പറയുന്നു എനിക്ക് എന്തായാലും പഠിക്കാൻ പറ്റും, നിൻ്റെ കൂടെ ഞാൻ എന്തായാലും ഉണ്ടാവും, നമ്മൾ വലുതാവുമ്പോൾ ഞാൻ ജോലിക്ക് പോകും, നീ പഠിക്കാനും പോകും, ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവർക്കും കുറച്ച് മനസ്സിനൊരു സമാധാനം തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം സ്കൂളിലിരിക്കുന്ന ടൈമിൽ ഡോറിൻ്റെ നേരെ ഒരു ബോൾ വന്ന് വീഴാണ്. ഇവൾക്ക് ആകെ എന്തോ പോലെ ആവും, ഇവൾക്ക് തല കറങ്ങണൊക്കെ പോലെ വരും. എല്ലാവരും ഇവളെ വന്ന് നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവൾക്ക് വയ്യാത്ത പോലെ ആയിട്ട് ഇവൾ പറയണ്ട, അയ്യോ എൻ്റെ വയറ് എനിക്ക് വേദനിക്കണം, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റുന്നൊക്കെ. ഇതൊക്കെ എടുത്ത് ആൾക്കാർ കുട്ടിയോ ആർക്കും അറിയണ്ടായിരുന്നില്ലല്ലോ, എല്ലാവരും ഷോക്കാവും. ഇതറിഞ്ഞ പ്രിൻസിപ്പൽ ഇവർ രണ്ടുപേരുടെ അച്ഛനും അമ്മനും സ്കൂളിലേക്ക് വിളിക്കുകയാണ്. അച്ഛനും അമ്മയും ഭയങ്കര പേടിച്ച് ടെൻഷൻ, അത് മാത്രം നല്ല ദേഷ്യത്തിൽ സ്കൂളിലേക്ക് വരികയാണ്. ഡോറന്റെ അച്ഛനും അമ്മക്ക് ഭീമനോട് ഭയങ്കര ദേഷ്യം. ഇവർ വന്നപ്പോൾ ഭീമ ഡോറന്റെ അടുത്തുണ്ട്. അച്ഛൻ പറഞ്ഞു ഒരിക്കലും എൻ്റെ മോളെ തൊട്ട് പോയത്, നിനക്ക് നാണല്ല എൻ്റെ മോളെ കൂടെ കിടക്കാൻ, നിനക്ക് എങ്ങനെ ചെയ്യാന്നൊക്കെ തോന്നിയെന്ന് പറഞ്ഞിട്ട് അവനെ കുറെ ചീത്ത പറയുന്നുണ്ട്. അപ്പുറത്ത് ഭീമന്റെ അച്ഛനും അമ്മയും അവരെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ഞാൻ കേട്ടത് ശരിയാണോടെ, നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് അവനെ ചീത്ത പറയാം. എല്ലാവരും ഭീമനെയാണ് കുറ്റപ്പെടുത്തുന്നത്. പാവം ഭീമ, ശരിക്കും രണ്ടുപേരും ഒരുപോലെ അതിൽ കുറ്റം ചെയ്തവരാ, പക്ഷെ ഭീമനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഭീമ പറയുന്നുണ്ട് നിങ്ങൾ ആരും പേടിക്കണം, ഞാൻ എന്തായാലും ഡാരനെ നോക്കാം, എൻ്റെ കുട്ടിനെ ഞാൻ നോക്കാം, ഇത് ശരിക്കും ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഡാരൻ്റെ നമുക്ക് നല്ല ദേഷ്യം വരും. ഡാരനോട് ചോദിക്കും നിന്റെ വിചാരം പാരൻസ് അവൻ അത്ര സുഖമാണെന്ന്, ഈ 10 മാസം കഴിഞ്ഞ് എത്ര കഷ്ടപ്പാടാണ്, നിങ്ങൾ പഠിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ ചെയ്യണം. അമ്മക്ക് നല്ല ദേഷ്യം വരും. അമ്മ പറയും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. എൻ്റെ മോളെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഒരു പാരൻ്റ് ആയില്ലല്ലോ, എനിക്ക് നല്ലൊരു പാരൻ്റ് ആവാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ പോവുകയാണ്. ഇത് കേൾക്കുന്ന ഭീമൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര സങ്കടപ്പെട്ടിട്ട് അയ്യോ എന്തിനാ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പറഞ്ഞിട്ട് പാവം അവർ രണ്ടുപേരും കരയാണ്. ആർക്കും ഇങ്ങനത്തെ ഒരവസ്ഥ കൊടുക്കരുതല്ലേ, പാവം. രണ്ടച്ഛനും അമ്മയും ഭയങ്കര സങ്കടത്തിലാണ് മക്കളെ കൊണ്ട്. അങ്ങനെ ഡോറനെ ഭീമന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഭീമന്റെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞൊരു വീടാണ്. ഡോറന്റെ വീട് പോലെയല്ല, അവളുടെ വീട് നല്ല വലിയ വീട്, കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന്റെ വീട് ഒരു ചെറിയ വീടാണ്, അതുകൊണ്ട് തന്നെ കുറേ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഡോറക്ക് അതൊന്നും തോന്നാതിരിക്കാൻ ഭീം അവളെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ ഫുഡൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവളെ കുറച്ച് സമാധാനിപ്പിക്കാനൊക്കെ ഭീമ നോക്കുന്നുണ്ട്. അന്നത്തെ ദിവസം രാത്രി ഡോറ പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവത്തില്ല എല്ലാത്തിനും. ഭീമ പറയും എന്തായാലും ഉണ്ടാവും, നമ്മൾ ഈ കുഞ്ഞിനെ വളർത്തും, ഒന്നുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെ ഡോറിനെ ചെക്കപ്പിന് കൊണ്ടുവരണം. ഡോക്ടർ നോക്കിയിട്ട് പറയും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സൂക്ഷിക്കണം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, ബേബിയൊക്കെ സേഫാണ്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പ്രായത്തിലൊരു കുട്ടി ഉണ്ടാവുമെന്ന് പറയാൻ നല്ല റിസ്ക് ആണ്, അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം, ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും അവളെ സങ്കടപ്പെടുത്തരുത്, അവളെ ടെൻഷൻ ആക്കരുത്, നിങ്ങൾ എല്ലോണം നോക്കണം, നല്ല ഫുഡൊക്കെ കൊടുത്ത് അവളെ ഹാപ്പി ആയിരുത്തണം എന്നൊക്കെ പറയും. പിറ്റേ ദിവസം ഡോറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അമ്മ വരണം. അമ്മക്ക് എന്തോ പോലെ ഉണ്ട് ഭീമൻ്റെ വീട്ടിലേക്ക് പോവാൻ, പക്ഷെ മക്കളുടെ കാര്യം ആയതുകൊണ്ട് തന്നെ അമ്മ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഡോറിനെ കൊണ്ടുപോവാണ്. ഡോറ പോകുമ്പോൾ ഭീമക്ക് ഭയങ്കര സങ്കടമുണ്ട്. തിരിച്ച് വീട്ടിൽ പോകുന്ന ടൈമിൽ ഡോറിൻ്റെ അമ്മ ഡോറ നോക്കുമ്പോൾ അമ്മൻ്റെ മനസ്സിൽ ഇപ്പോഴും ഡോറ ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവാണ്, ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല വേദനയോട് കൂടിയാണ് അമ്മ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിയത് ഡോറ അനിയത്തിനെ ഭയങ്കര സങ്കടത്തിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനിയത്തി പറയുന്നുണ്ട് നമ്മളുടെ അങ്കിളിനോട് അമ്മ ഡോറൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അങ്കിൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് ഡോറിൻ്റെ കുട്ടീനെ അങ്കിൾ അഡോപ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഇത് കേട്ടത് ഡോറക്ക് ഭയങ്കര ദേഷ്യം വരും. ഡോറ വേഗം അമ്മനോട് പോയി ചോദിക്കും അമ്മ ഞാൻ കേട്ടതല്ല സത്യമാണോ, ഇതെൻ്റെ കുട്ടിയല്ല, പിന്നെ എന്തിനാ അവർക്ക് നമ്മൾ അങ്കിളിന് കൊടുക്കണത്. അമ്മ പറയും നിന്റെ വിചാരം പാരൻസ് ആവണം അത്ര ഈസി ആണെന്നാണ്, നീ പഠിക്കണം, നിനക്കൊരു ലൈഫ് ഉള്ളതാണ്, നിനക്ക് ഒരിക്കലും ഈ കുട്ടിയെ നോക്കാൻ പറ്റത്തില്ല, അവരാകുമ്പോൾ അവർ നല്ലപോലെ നോക്കിക്കോളും, നല്ല സേഫ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലാണ് കൊടുക്കുന്നത്, അത് മാത്രമല്ല നിനക്ക് പഠിക്കുകയും ചെയ്യുക എല്ലാതും ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അമ്മ വിചാരിക്കണ പോലെ ഒറ്റയടിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ കുട്ടി ഭീമാൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ഭീമയും കൂടി ആലോചിക്കണം, അല്ലാതെ അമ്മൻ്റെ ഇഷ്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് എൻ്റെ കുട്ടിയാണ്, എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ കുട്ടിയെ വളർത്താൻ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ആകെ ചൂടാവണം. അപ്പം അച്ഛൻ മോളെ സമാധാനിപ്പിക്കലാണ്. ഭീമൻ്റെ വീട്ടിലാണെങ്കിൽ അവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. അമ്മ ഭയങ്കര സങ്കടത്തിൽ പറയണം നമുക്ക് കഴിവില്ല, മോനാണെങ്കിൽ പഠിക്കത്തില്ല, നാട്ടുകാരൊക്കെ നമ്മൾ എന്തെല്ലാം പറഞ്ഞ്
കളിയാക്കും. നമുക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു, ഇപ്പം അതും പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കര സങ്കടത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ ഭീമക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. എൻ്റെ കാരണം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിച്ച് രാത്രിയിൽ അവന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ടൈമിൽ അവൻ്റെ അടുത്ത് അവൻ്റെ ചേച്ചി വരണം. ചേച്ചി നല്ലോണം ചൂടാവും. നിൻ്റെ വിചാരം എന്താ? എൻ്റെ കല്യാണം ഉറപ്പിച്ചതല്ല, ആ ചെക്കൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ നോക്കും? ഈ കാര്യം അവരോട് എങ്ങനെ പറയും? ഈ കല്യാണം എങ്ങനെയോ നടന്ന് ശരിയായതാണ്, ഇതായിട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ കാരണമാണെന്ന് പറഞ്ഞ് ചേച്ചീൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവനെ കുറേ ചീത്ത പറഞ്ഞു. നിൻ്റെ കാരണം ഈ വീട്ടിൻ്റെ മാനം പോയി, എല്ലാതും പോയി, എൻ്റെ മാനം പോയി, എത്ര നല്ല നടന്നിരുന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചിയും അവനെ കുറേ ചീത്ത പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഭീമൻ്റെ വീട്ടിലത്തോട് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവർ ചെറിയ പ്രായമാണ്, പക്ഷെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒഫീഷ്യലി റിലീജിയ പ്രകാരം കല്യാണം കഴിക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ ഇവർ കുറേ സാധനങ്ങളായിട്ടൊക്കെ ഭീമൻ്റെ വീട്ടുകാർ ഡോറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഡോറിൻ്റെ അമ്മക്കാണെങ്കിൽ ഭീമൻ്റെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. അമ്മ പറയണ്ട, ഞാൻ ഇതിനൊന്നും റെഡി ആയിട്ടില്ല. അപ്പം അച്ഛൻ പറയണ്ട, എന്താ ചെയ്യുക, നമ്മളെ മക്കളുടെ കാര്യം കൊണ്ടല്ലേ നമുക്കിതിനെ നിന്നു കൊടുക്കാമെന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭീമൻ്റെ വീട്ടിലത്തോരെല്ലാം കുറേ ഗിഫ്റ്റ് എല്ലാം ആയിട്ട് ഡോറിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ ഒഫീഷ്യലി പറയണം, എന്തായാലും മക്കളുടെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ റിലീജിയൻ പ്രകാരം കല്യാണം നടത്തി കൊടുത്താലോ. അങ്ങനെ ഇവർക്ക് നിവൃത്തിയില്ല, ഇവർക്ക് ഇഷ്ടമില്ല, പക്ഷെ എന്താ ചെയ്യുക, ഇവരങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അച്ഛനും അമ്മ ഇതിന് സമ്മതിക്കണം. അങ്ങനെ ഇവർ റിലീജിയസ് പ്രകാരം ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ഇവർ ഹസ്ബൻഡും വൈഫും ആവാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേരാണ് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ളത്. ശരിക്കും അവരുടെ അച്ഛനും അമ്മയ്ക്ക് ഇതിനൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവരതിനെ നിന്ന് കൊടുക്കണം. ഹസ്ബൻഡ് വൈഫായതുകൊണ്ട് ഇവർ 2 പേരും ഡോറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഭീമാണെങ്കിൽ അവളുടെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഡെലിവറി എങ്ങനെ നടത്തുന്നൊക്കെ വീഡിയോസൊക്കെ കണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോർക്ക് കുറച്ച് സമാധാനമാവേണ്ട, കുറേ ഇവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, കുറേ ചിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നല്ല ക്ലോസ് ആവുന്നുണ്ട്. എത്ര ഹസ്ബൻഡും വൈഫാണെന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും ഒപ്പം കിടത്താൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അച്ഛൻ സമ്മതിക്കണില്ല. അങ്ങനെ ഭീമൻ അവളുടെ റൂമിൽ നിന്ന് താഴെ വന്ന് കിടക്കാൻ പറയണം. പിറ്റേ ദിവസം മുതൽ ഭീമ ക്ലാസ്സിനെല്ലാം പോവുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞതും അവൻ പാർട്ട് ടൈം ജോബിന് പോവാണ്. അവൻ്റെ ലൈഫ് ആകെ മാറി. അത് മാത്രമല്ല, അവൻ ആകെ ടയർഡായി ക്ഷീണാവാണ്. അപ്പോഴത്തെ ഡോറാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് എന്ത് ചെയ്യുന്നൊക്കെ നോക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും ഭീം ഒന്നും ആലോചിക്കാതെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം. ഇത് കാണുന്ന ഡോർക്ക് നല്ല ദേഷ്യം വരും. ഡോറ പറയും, നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ? നമ്മളിനി എങ്ങനെ പഠിക്കും, നമ്മളിനി എങ്ങനെ ജീവിക്കും, നീ എങ്ങനെ ഗെയിമും കളിച്ചിരുന്നു? അപ്പോഴത്തേക്കും ഭീമൊക്കെ നല്ല ദേഷ്യം വരും. ഭീമ പറയും, നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ പുറത്ത് എന്തോ ജോലി ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിനക്ക് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ ഇവർ ഇതൊക്കെ പറയും. 2 പേരും വഴക്കിടാണ്. ഡോറൻ്റെ അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഡോറ ഭയങ്കര സങ്കടത്തിൽ അമ്മൻ്റെ അടുത്ത് പോവും. ഭീമാണെങ്കിലോ അമ്മനോട് ഇതൊന്നും പറയാതെ വീട്ടിലേക്ക് പോകണം, എനിക്കൊരു ആവശ്യമുണ്ട്, പെട്ടെന്നുണ്ടായ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവന് വീട്ടിൽ പോവുകയും ചെയ്യും. ഡോർക്ക് ഭയങ്കര സങ്കടമാവാണ്. അമ്മ ആണെങ്കിൽ ഒന്നും പറയാനില്ലാതെ അമ്മ ആകെ സൈലൻ്റ് ആയിരിക്കും. പിറ്റേ ദിവസം ഡോറിനെ കാണാൻ ഡോറിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരികയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് പുറത്തൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇവളെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ ബോഡി കണ്ടിട്ട് അവൾക്ക് എന്നെ തോന്നുന്നത് പ്രഗ്നൻ്റ് ആയതിൻ്റെ മാറ്റമെല്ലാം അവളുടെ ബോഡിയിൽ വരുന്നുണ്ട്. വീട്ടിലെത്തിയതും അവൾ ഇച്ചിരി പേടിച്ചിട്ട് അമ്മനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ബോഡിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അമ്മക്ക് ഭയങ്കര വിഷമം, കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. പക്ഷെ അമ്മ ആണെങ്കിലും എല്ലാവരും നല്ല രീതിക്ക് അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞെടുക്കണം. പെട്ടെന്ന് വയറിൽ നിന്ന് ഒരു ചെറിയൊരു ഇടി അമ്മൻ്റെ കൈമക്ക് വരികയാണ്. അമ്മ സന്തോഷത്തിൽ അമ്മ അവളുടെ അടുത്ത് കിടന്നിട്ട് കുറേ പാട്ടൊക്കെ കേട്ട് ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അമ്മ അടുത്തും കൂടെ കിടന്നപ്പോൾ ഡോർക്ക് കുറച്ച് സമാധാനമായി. പിറ്റേ ദിവസം ഡോറിൻ്റെ ഫാമിലിയും ഭീമൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി പോവുകയാണ്. ഇപ്രാവശ്യം എല്ലാ ഫാമിലിയും ഉണ്ട്. ഡോക്ടർ പറയും കുട്ടിക്കൊരു കുഴപ്പമില്ല, അമ്മക്കൊരു കുഴപ്പമില്ല, അത് മാത്രമല്ല വയറ്റിൽ കിടക്കണ കുഞ്ഞ് ഒരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുക. പിറ്റേ ദിവസം ഡോറയും ഭീമയും കൂടി ഒരു മോർണിംഗ് വാക്കിന് പോവാണ്. അപ്പോൾ ഡോറ പറയുന്നുണ്ട്, നാളെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അങ്കിൾ വരും, നമ്മുടെ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കത്തില്ല, നിൻ്റെ കാര്യം കൂടി ചോദിച്ചിട്ടേ തീരുമാനം എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെ ഫാമിലിത്തോര് വരുന്നുണ്ട്, എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് പറയണം. അപ്പോൾ ഭീമ പറയുന്നുണ്ട്, എനിക്ക് ഈ കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് കൊടുക്കണത് ഇഷ്ടമല്ല, കാരണം എനിക്ക് വളർത്തുന്നതാണ് ഇഷ്ടം. പിറ്റേ ദിവസം ഡോറയും ഭീമ അങ്കിളും ആൻറ്റിയും കൂടിയിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയാണ്. ഡോറക്കും ഭീമക്കും മനസ്സിലായി അങ്കിളും ആൻറ്റിയും നല്ലവരാണ്, കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് നോക്കാനും അവർക്ക് പറ്റിയ ഒരു പാരൻസ് ആണെന്ന്. പക്ഷെ ഭീമക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഭീമ പറഞ്ഞു, എന്തായാലും ഞാൻ എൻ്റെ കുട്ടീനെ വളർത്തും, എനിക്ക് അഡോപ്റ്റ് ചെയ്യണത് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ ഡോറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ എന്തായാലും കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം തീരുമാനിക്കണം, കാരണം എനിക്ക് പഠിക്കണം, എനിക്ക് ഒന്നിനും കൊള്ളാത്തൊരു പാരൻ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മളിപ്പോൾ ചെറുപ്പമാണ്, നമുക്കിപ്പോഴും ഒരു ബുദ്ധിയും വന്നിട്ടില്ല, പ്രത്യേകിച്ച് നിനക്ക് ഒരു കാര്യങ്ങളും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം. പിന്നെ ഭീമൻ്റെ അച്ഛനും അമ്മയും വരെയാണ്. അവർക്കാണെങ്കിൽ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ തീരെ താല്പര്യം
വരില്ല. അപ്പോൾ ഡോറൻ്റെ അമ്മ അച്ഛനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഡെലിവറി കഴിഞ്ഞാൽ ഇവർ ഡിവോഴ്സ് ആയിക്കോട്ടെ, കുട്ടിനെ അഡോപ്റ്റും കൊടുക്കുക. ഇത് കേട്ടത് ഭീമൻ്റെ അമ്മക്ക് ദേഷ്യം വരും. സെപ്പറേറ്റ് ആവുക, എൻ്റെ മക്കൾ ഒരിക്കലും സെപ്പറേറ്റ് ആവുക, നിങ്ങളെന്തത് കല്യാണം വിചാരിച്ചിരിക്കുന്നത്, കല്യാണം കഴിക്കുക പിന്നെ സെപ്പറേറ്റ് ആവുക, സെപ്പറേറ്റ് ആയ കുട്ടീനെ എങ്ങനെ വളർത്തുക, ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കര ചൂടാവും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ഇത് കേൾക്കുന്ന ഡോറൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും കല്യാണം കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, കാരണം അവർ കുഞ്ഞു മക്കളാണ്, അവർക്ക് പഠിക്കണം, അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, അതുകൊണ്ട് ഇത് എന്തായാലും അഡോപ്റ്റ് ചെയ്യണം, ഈ കല്യാണം ഡിവോഴ്സാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും ഭീമൻ്റെ അമ്മക്ക് ദേഷ്യം വന്ന് ഭീമൻ്റെ അമ്മ അവിടുന്ന് എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മ പോകും. ഭീമൻ്റെ അമ്മക്ക് കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം അതുപോലെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ട് സങ്കടം ദേഷ്യം വരും. ഭീമനോട് പറയണേ, നീയല്ല കുട്ടീൻ്റെ അച്ഛൻ, നിനക്ക് എന്തെങ്കിലും തീരുമാനത്തോടെ. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സ്വന്തം മോനക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ കളിക്കണോ, ജീവിതം വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സങ്കടം. കാരണം ജീവിതമാണല്ലോ, ഇപ്പം കുഞ്ഞു പ്രായത്തിൽ കല്യാണം കഴിച്ചെങ്കിലും പിന്നെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ ഫ്യൂച്ചറൊക്കെ ആലോചിച്ചൊക്കെ അമ്മക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ അവർ പ്രയർ എന്ന ടൈമിൽ അമ്മക്ക് ഭയങ്കര സങ്കടമായിട്ട് അമ്മ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈ കാര്യത്തിന് നല്ലൊരു തീരുമാനം എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇത് കാണുന്ന ഭീമക്ക് നല്ല വിഷമമാവും, കാരണം ഇവൻ്റെ കാരണമാണ് അച്ഛനും അമ്മ ഇത്രയും സങ്കടപ്പെടുന്നത്. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഭീമ അമ്മേൻ്റെ അടുത്ത് വന്നപ്പോൾ പറയുന്നുണ്ട്, അമ്മ എനിക്ക് തെറ്റ് പറ്റിയതാണ് അമ്മ, ഞങ്ങൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ, പുറത്ത് തരണം അമ്മ, ഞാൻ ഒരിക്കലും വേണമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോന് കുറേ സോറി പറയണം. അമ്മ പറയും, നമ്മുടെ പടച്ചവനടക്കം നമ്മൾ ചെയ്ത വലിയ തെറ്റുകളൊക്കെ പുറത്തായിരുന്നു, പിന്നെ ഈ പാവ അമ്മക്ക് പുറത്ത് തന്നാൽ എന്താ, അമ്മക്കറിയാം മോന് ക്ലാസ്സിലൊന്നും അധികം പഠിക്കത്തില്ല, പക്ഷേ മോൻ എന്തെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടും, അതെനിക്കൊരു വിശ്വാസമുണ്ട്, മോന് വിഷമിക്കണ്ട, നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാവും, വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, അതുകൊണ്ട് മോൻ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ മൊമെൻ്റാണിത്, കാരണം അമ്മൻ്റെ മനസ്സിലുള്ള ആ ഒരു വിഷമം, അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ അറിയാത്ത അവൻ്റെ ഒരു വിഷമമാണ് ഈ ഒരു സീനിലൂടെ നമുക്ക് മനസ്സിലാവണം. അതിനുശേഷം ഭീമ ഇടയ്ക്ക് ഡോറനൊക്കെ കാണാൻ വേണ്ടി പോവലുണ്ട്. ഡോറക്കാണെങ്കിലോ ഡെലിവറി ആവാനായതുകൊണ്ടുള്ള കുറേ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡെലിവറി ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കുറേ വേദനയൊക്കെ അവളുടെ ബോഡിയിൽ വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഡോർ എന്താക്കും, വയറ്റുള്ള കുട്ടിക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതാണ്. അവളുടെ കുറേ മെമ്മറീസ്, അവൾ എന്തിൽ കൂടെ ഒക്കെ കടന്നു പോയി എന്നൊക്കെയുള്ള ഒരു ലെറ്റർ അവൾ കുട്ടിക്ക് എഴുതി വെക്കുകയാണ്. അങ്ങനെ ഡെലിവറി ദിവസമാണ്, അവൾക്ക് നല്ല വയ്യാണ്ടാവുകയാണ്. കാരണം അവൾ കൊച്ചു കുട്ടിയല്ല, അവൾക്ക് അത്ര വയസ്സാവാത്തതുകൊണ്ട് തന്നെ നല്ല അബ്നോർമലായിരുന്നു. അങ്ങനെ എല്ലാവരും പേടിക്കും. അവളുടെ ഡെലിവറി ദിവസം മാത്രം ഭീമൻ്റെ ഫാമിലി ഡോറൻ്റെ ഫാമിലിയും കൂടി ഒപ്പം കൂടിയിട്ട് ഡോറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അവളുടെ ജീവിതം രക്ഷപ്പെടാൻ എല്ലാവരും ടെൻഷനിലാണ്, എന്തെങ്കിലും ആവും, എന്തെങ്കിലും പറ്റോ ഡോറയ്ക്ക്, അതുകൊണ്ട് എല്ലാവരും മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, ഒന്നവളെ നല്ല രീതിക്ക് ഡെലിവറി നടക്കണേ. അങ്ങനെ അവർ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിക്ക് ഡെലിവറി നടക്കുകയാണ്. അവൾക്കൊരു ആൺകുട്ടി ഉണ്ടാവുകയാണ്, എല്ലാവരും സന്തോഷിക്കുകയാണ്. ഭീമ ഡോറിനോട് പറയണം, ഞാൻ കുട്ടീനെ നല്ലപോലെ വളർത്തും, ഞാൻ പറഞ്ഞെടുക്കും, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലൊരു അമ്മയാണ് നിനക്ക് ഉണ്ടായിരുന്നതൊക്കെ പറ്റിയിട്ട് നിന്നെപ്പറ്റി എന്തായാലും പറഞ്ഞു കൊടുക്കണം ഭീമ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇഷ്ടമാണ്, പക്ഷെ ഇവർ കുഞ്ഞായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയാണ്. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ഭീമൻ്റെ വഴിക്കും ഡോറിൻ്റെ വഴിക്കും പോവുകയാണ്. കുട്ടീനെ ഭീമൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഡോറിൻ്റെ ഫാമിലി ഡോറിനെ അവിടെ നിന്ന് കൊണ്ടുപോകണം. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയാണ്. അങ്ങനെ ഒരു ഇമോഷണലായിട്ടൊരു സാഡ് എൻഡിങ് ആണ് ഇതിന് വരുന്നത്. കാരണം ഇവർ ചെറുതായതുകൊണ്ട് തന്നെ പാരൻസ് ഇവരൊപ്പം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇവർ ഡിവോഴ്സ് ആവാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടീനെ ഭീമൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുട്ടീനെ ഭീമ വളർത്തും എന്നുള്ള രീതിക്കാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. നല്ല ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരാണ്, അവർ ചെയ്തു പോയ ഒരു അബദ്ധം കൊണ്ട് സെപ്പറേറ്റ് ആവുന്നത്. ശരിക്കും ഇവരെ പാരൻസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണോ ഒന്നാലോചിക്കുമ്പോൾ ശരിയാണ്. കാരണം ഇവർ ചെറുതായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനിയും പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് ശരിയല്ല. പക്ഷെ ഒന്നാലോചിക്കുമ്പോൾ വളർന്നു വരുന്ന കുട്ടിക്ക് പാരൻസ് എല്ലാം കൂടി ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. അതാണ് നമ്മൾ ചെറുതിൽ അറിയാതെ പോകുന്ന ഒരു തെറ്റിന് കുറേ വലിയ വില ജീവിതത്തിൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. ബൈ.